What's your mother name? Maya. തോരൻ ഇത് ഞാൻ അളവായിട്ട് വെച്ച് എനിക്കൊന്നും അറിയില്ല. കാരണം ഞാൻ ഏകദേശം ഒരു കൈക്കണക്ക് വെച്ച് അങ്ങ് ഇടലാണ് പതിവ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവൽ വിത്ത് നിഖിൽ കുര്യാക്കോസ്. സോ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് കറിയാണ്. കറി വെച്ചാൽ ഒത്തിരി ചാറില്ലാത്തൊരു കറിയും ഒരു ലൈക്ക് പെരട്ട് പിന്നെ ഒരു മോര് കാച്ചിയതും കൂടിയാണ്. സോ ചെറിയൊരു ബ്ലോഗ് ഞാൻ 2 പ്രാവശ്യം പോലും തെറ്റിപ്പോയെന്നാണ് പറഞ്ഞു വൈഫ്. ഞാൻ തിരിച്ചു 1 കിലോ ഇങ്ങനെ ആയിക്കോട്ടെ. സോ മോര് കാച്ചിയതും ബീഫും തോരനും. തോരനുണ്ടോ? തോരൻ ഓൾറെഡി ഉണ്ട്. പക്ഷേ തോരനുണ്ട്, അത് മാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇതിനാണ് ഇപ്പൊ ആക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാനാണെങ്കിൽ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് കുളിക്കാൻ പോകാൻ വേണ്ടി നിൽക്കുവാണ്. ഈ മുഖത്ത് കാണുന്നൊക്കെ മിമ്മുവിന്റെ കലാപരിപാടികളാണ് കേട്ടോ. അപ്പം ചേട്ടായി കുക്ക് ചെയ്യുന്നു അല്ലേ? ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴത്തേനും റെഡി ആകുമോ? ഇല്ലായിരിക്കും അല്ലേ? ഒരു മണിക്കൂർ എങ്ങനെയാലും എടുക്കും മൊത്തത്തിൽ ഓവറോൾ. അതെ. എന്റെ കുക്കർ ഉണ്ട് അവിടെ, കാണുന്നില്ല കുക്കർ. ഇതിന്റെ പിന്നാമ്പുറം കാണിച്ചു. കുളിച്ചു വന്നേക്കുന്ന ആരാ? തക്കാളി വേണോ? അതെന്നെ മമ്മൂസേ, അതിന്റെ മുഖം അങ്ങനെ പോയെ. ഞാൻ ഡ്രസ്സ് പറഞ്ഞിട്ട് ഓടി വാ. അപ്പത്തേക്കും ഡാഡി ബീഫ് ആക്കി വെക്കും. അപ്പൊ നമ്മുടെ ബീഫ് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ചേർത്തേക്കെന്ന് പറഞ്ഞാൽ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇഞ്ചി, വെളുത്തുള്ളി, ഇച്ചിരി കറിവേപ്പില ഇട്ടു. ഒരു നല്ല നമ്മുടെ ഇന്ത്യൻ ഒനിയൻ ഒരു 1 ഫുള്ള് അരിഞ്ഞിട്ടുണ്ട് അതിനകത്ത്. ഇതൊന്ന് ഞാനൊന്ന് കുക്ക് ചെയ്ത് കുക്കറിൽ ഒരു 4-5 വിസിലടിപ്പിച്ചെടുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ചെറിയൊരു മദ്യപാനം ഇന്നുണ്ട്. നമ്മളിന്ന് ചേർക്കാൻ പോകുന്നത് തൃപ്തിൻ്റെ മീറ്റ് മസാല കേട്ടോ. ഇത് പ്രമോഷനൊന്നുമല്ല, ഇത് നമ്മൾ ഇരട്ടിക്കാർക്കെല്ലാം അറിയായിരിക്കും തൃപ്തി എന്ന് പറഞ്ഞ സാധനം. ഒരു വന്നപ്പോൾ ഒരു 5-8 മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വേഗിനകത്ത്. അതിൽ ഓരോന്ന് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ അളവായിട്ട് വെച്ച് എനിക്കൊന്നും അറിയില്ല. കാരണം ഞാൻ ഏകദേശം ഒരു കൈക്കണക്ക് വെച്ച് അങ്ങ് ഇടലാണ് പതിവ്. എല്ലാം കൈക്കണക്കല്ല. ഞാനാണെങ്കിൽ ഈ കുക്കറി ഷോയിലൊക്കെ കാണുന്ന രീതിയിൽ 1/2 സ്പൂൺ എന്ന് പറഞ്ഞ കറക്റ്റ് 1/2 സ്പൂൺ എടുക്കും. ചേട്ടായി അങ്ങനെയല്ല. അല്ലല്ലോ, എന്റെ രീതിക്ക് ഞാൻ ഉണ്ടാക്കും പറഞ്ഞിട്ട് ഞാൻ അതെല്ലാം കാണും. ഇതെല്ലാം കണ്ടാലും ഞാൻ എന്റെ സ്വന്തമായിട്ട് ഉണ്ടാക്കുള്ളൂ. ഉപ്പിടാൻ മറന്നു. ഇതാണ് സത്യം പറഞ്ഞാൽ നമ്മൾ സാൾട്ടാണ് ഏറ്റവും മെയിൻ. നമുക്ക് ഇതിനകത്ത് കറി ഇച്ചിരി മസാല പറഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ചേർക്കാം. ഉപ്പ് പിന്നെയും ചേർത്താലും ആ പിടിക്കൂല അതിനകത്തല്ലേ. ഈ വീട് കണ്ടിട്ട് ആരും പേടിക്കരുത്. അതൊക്കെ മിമ്മുവിന്റെ സാമ്രാജ്യമാണ് കേട്ടോ. യെസ്, മിമ്മുവിന്റെ സാമ്രാജ്യം. എന്താ പറ്റി മിമ്മൂട്ട് അടിക്ക? താഴെ പോയോ? എന്നിട്ടോ? ആണോ? മെല്ലെ മെല്ലെ അമ്മ ആക്കി തരാം. അടിച്ചു. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണയാണ്. വീട്ടിൽ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ കേട്ടോ. അങ്ങനെയുണ്ടോ? പണ്ട് പറയുന്നില്ല ചക്കിൽ അല്ല, പണ്ടൊക്കെ ചക്കിലാട്ടിയ പണ്ടത്തെ ഒരു സാധനം ചക്കിലാട്ടിയതുണ്ടെങ്കിൽ കറക്കി ആട്ടുന്നേ. അത് മെഷീനല്ല, നമ്മൾ തന്നെ മാനുവലി ആക്കണം. ഇത് അതല്ല സത്യം. ഇത് വീട്ടിലെ കോക്കനട്ടാണ്, സ്വന്തം പറമ്പിൽ നിന്ന് എടുത്ത കോക്കനട്ടാണ്. യെസ്, എന്താണ്? എന്ത് വേണം? ഓക്കെ, ഒരെണ്ണം തരാം. ഒരെണ്ണം ഉള്ള ഇനിയില്ല കേട്ടോ. എന്നോ ഹാൻഡ് പിടിക്കാൻ പറ്റില്ല. ഇത് പിടിക്ക്. പോ. ഇത് അതല്ല, ഇത് പിള്ളേരുടെ സാധനം അല്ലത്. പോ. ശരിക്കും സോഡ ഒഴിച്ച് കടിക്കുന്നതിൻ്റെ ടേസ്റ്റ് കളയും. അടിച്ച് മിമ്മേ അടച്ചോട്ടെ. ശരിക്കും സോഡ ഒഴിച്ച് കുടിക്കുന്നതിനേക്കാളും ബെറ്റർ ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് കഴിക്കുന്നതാണ്. ഇത് സോഡ ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇനി ടേസ്റ്റ് ആളുകൾക്ക് കുത്തലായിട്ടൊക്കെ തോന്നുവാണെന്നുള്ളവർ മാത്രം സോഡ ഒഴിച്ചാൽ മതി. മിമ്മു അടച്ചിട്ടേ. ടെക്കിൾ ലിസ്റ്റ് കിട്ടിയില്ലേ? അവിടെ ഇരിക്കാറിരിക്കേ. മോര് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിപ്പോൾ ചോപ്പ് ചെയ്തേക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അങ്ങ് ഇടുന്നു. ഇച്ചിരി കൂടുതലാണ്. ഫാസ്റ്റ് നടത്തി കുറച്ചു. ഒത്തൊരുമയത്തും നമുക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന
സവോള, നല്ല സവോള കേട്ടോ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സവോളയാണ് മേടിച്ചേക്കുന്നത്. അതും കിട്ടുന്നു. ലേശം ഉപ്പിട്ട് കൊടുക്കുന്നു. ഇതൊക്കെ കട്ട് ചെയ്താൽ ഒറ്റ കുത്തിന് ഇങ്ങനെ പോരും. നല്ല വൃത്തിക്കാണല്ലോ അരിഞ്ഞേക്കുന്നത്. ഞാൻ അരിയാൻ പറയുമ്പോ മറ്റേ സാമ്പാറിന്റെ കഷ്ണം പോലെ അരിയുകയും ചെയ്യും. സ്വന്തം കുക്ക് ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് അരിയും അല്ലേ? സമയം എടുത്ത് അരിയണം. ഇത് പെടാന്നാക്കുമ്പോൾ നമ്മൾ ഒത്തിരി ഇതായിപ്പോ. അമ്മയുടെ ടിഷ്യൂ എല്ലാം എടുത്തല്ലേ? കുത്തു കൊടുത്ത പഴയപടിയായി. ഇതിനകത്ത് ഇച്ചിരി ഉള്ളി കൂടുതലുണ്ട് ഗൈസ്. ഞാൻ ഇച്ചിരി ഉള്ളി കൂടുതലിട്ട് ഇപ്രാവശ്യം ഉണ്ടാക്കി നോക്കുന്നത്. ഉള്ളി കൂടുതൽ ഇടുമ്പോൾ കുറച്ചുകൂടെ മസാല ഉണ്ടാവും അല്ലേ എന്നാണ് എൻ്റെ ഒരു ഇത്. അതുകൊണ്ട് ഉള്ളി കൂടുതൽ ഇടാറുണ്ട്. തക്കാളി കുറവായിരിക്കും. ഒറ്റ തക്കാളി മാക്സിമം ഞാൻ ചേർക്കാം. 1 കിലോയ്ക്ക് ഒരു തക്കാളി മാക്സിമം ചേർക്കാറുള്ളൂ. ഏകദേശം നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം എപ്പോഴും. നമ്മളൊന്ന് തുറന്നു നോക്കണം, അതായത് ഫുള്ള് എയർ പുറത്ത് പോകണോ എന്നുള്ള കാര്യം. ഒരു പീസ് എടുത്ത് നോക്കാമല്ലേ? വേണ്ടൊന്ന് ചൂടുണ്ട്. ഓ എല്ലാം വലിയ വലിയ പീസാണല്ലോ. വലിയ പീസായിട്ടാണ് കണ്ടിരിക്കാൻ. അല്ല ഇത്രയും എന്താ മതി. ബാക്കി നമുക്ക് ഇതിനകത്ത് വേവണല്ലോ. എനിക്ക് നന്നായിട്ട് വേണം, അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് വേവാൻ വേണ്ടി ഞാനൊരു ഐഡിയ ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. നന്നായി വെന്തോളും. ഡോൺ വറി. വെന്തോളും എന്നല്ല, നന്നായി നമുക്കത് നമുക്ക് അടന്ന് കിട്ടും. അത് ബൗൾക്കം പോലെ ആവൂല, നല്ല വൃത്തി കിട്ടും. ഞാൻ എപ്പോൾ പുറത്തു നിന്നൊക്കെ ബീഫ് കഴിച്ചാലും എനിക്ക് ബീഫ് എനിക്ക് തിരഞ്ഞെടുക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് എപ്പോഴും എൻ്റെ പല്ലിൻ്റെ ഇടയ്ക്ക്. ഇത് വിനാഗിരി ഒഴിച്ചാൽ അത്രയും പല്ലിടയ്ക്ക് വരും. കാരണം അത് നന്നായി സെപ്പറേറ്റ് ആയി മാറും ആ ബീഫിൻ്റെ പീസസേ. ഉള്ളി ഏകദേശം ഓൾമോസ്റ്റ് ആയി. ഗോൾഡൻ ബ്രൗൺ ആക്കുന്നില്ല, എന്നാലും ഒരുവിധം ആയി കഴിച്ചാൽ ഞാനിത് ഇടുക. ഏത് കറിവേപ്പില സവോളയും കൂടെ. കറിവേപ്പില. എൻ്റെ റെസിപ്പി അല്ല, ഞാൻ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ പലയിടത്തും കണ്ടുപിടിച്ചേക്കുന്നത്. ഞാനങ്ങനെ യൂട്യൂബ് ഒരു പർട്ടിക്കുലർ സാധനമാണെങ്കിൽ മാത്രമേ ഞാൻ യൂട്യൂബ് നോക്കി അത് മനസ്സിലാക്കുകയുള്ളൂ. അതേപോലെ ഞാൻ ചെയ്യൂല. പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് ഞാൻ എൻ്റെ ഐഡിയയിലൊക്കെ ഉണ്ടാക്കും. തല്ലിപ്പൊട്ടിച്ചെന്തോ ബീഫ് അല്ലേ? ബീഫ് കറിയാണോ? ആരാ ഉണ്ടാക്കുന്നേ? ഡാഡയാണോ ഷെഫ്? കുട്ടി ഷെഫ് ആരാ? മിഷേൽ. ഫുൾ നെയിം എന്നാ മിഷേലിന്റെ? മിഷേൽ സാറ ജോസഫ് അല്ലേ? What's your father name? What's your mother name? മയ്യ. എനിക്ക് എപ്പോഴും ഒരു പ്രത്യേക ചിട്ട ഉണ്ടാകുമെന്നറിയോ? എനിക്ക് പണി കഴിഞ്ഞ അപ്പം ഈ പണി സാധനങ്ങൾ കഴുകി വെക്കണം. പിന്നെ ആ പണി അങ്ങ് തീർന്നല്ലോ അല്ലേ? അല്ല, എനിക്ക് പിന്നത്തെ വെക്കുന്ന ഇഷ്ടമല്ല. അതിങ്ങനെ കൂട്ടിയിട്ട് അപ്പം കഴുകി വെക്കണം. അല്ല, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുവാണല്ലേ, ഗ്രൂപ്പായിട്ട് ചെയ്തതല്ല. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എനിക്കത് തീർത്തിട്ട് ഞാൻ ഇറങ്ങുള്ളൂ. കാരണം എനിക്ക് ആ പണി ചെയ്ത് തീർന്നാൽ പിന്നെ എന്നാലും എനിക്ക് ആ ഫിനിഷിങ്ങിലോട്ട് വരുള്ളൂ. കൊള്ളാം. ഐ അപ്രിഷിയേറ്റ്. നാളത്തെ ഇതെല്ലാം ഇങ്ങനെ കിടക്കും. എനിക്കത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളതെല്ലാം ശരിയാണ്, കറക്റ്റാ. അപ്പൊ തന്നെ കഴുകി വെക്കണം. അതിന്റെ ഒരു ഇതാണ്. കിച്ചണും ക്ലീൻ ആക്കി ഇടുക. കുക്കിംഗ് കഴിഞ്ഞ് കിച്ചണും ക്ലീൻ ആക്കി പാത്രവും കഴുകി വെച്ചാല് എല്ലാ പണിയും കഴിയും സത്യം പറഞ്ഞ. അപ്പൊ എന്താ നമ്മള് ഫുഡൊക്കെ റെഡിയായി കയ്യിൽ വന്നിട്ടുണ്ട്. ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വരുമ്പോ ഇത് കാണുമ്പോ ഒരു ആശ്വാസമാണ് കേട്ടോ. തോരൻ, ബീഫ് കറി, അച്ചാറ്, മോര്, ഇത് ഉള്ളിയും മുളകും അതേപോലെ ലേശം വിനാഗിരി ഇച്ചിരി ഉപ്പിട്ട് ആക്കി ചെറിയ എന്റെ കൈക്ക് ചൂടാ ലേശം അങ്ങ് ആഡ് ചെയ്യുന്നു. ഓക്കെ, പെർഫെക്റ്റ് കോമ്പിനേഷൻ. ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടി കുഴച്ചങ്ങ് കഴിക്കാൻ പോവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിപ്പം ഇന്നത്തെ ഒരു സ്മോൾ വ്ലോഗ് എടുക്കാൻ ഉദ്ദേശിച്ചത്. അതായത് ബീഫ് കറി ഉണ്ടാക്കി, മോരുണ്ടാക്കി. അതായത് നമ്മുടെ ഒരു ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് നമ്മള് ഒരുമിച്ചാണ് കുക്ക് ചെയ്യുന്നത്. അങ്ങനെ ചെറിയ ചെറിയ പരിപാടി. ശരിക്കും യൂഷ്വലി ഞങ്ങളുടെ ഒരു ഈവനിങ് നൈറ്റ് ആഫ്റ്റർ ബിഫോർ സ്ലീപ്പിംഗ് എങ്ങനെയാണെന്നാണ് ഞങ്ങൾ കാണിച്ചത്. ഓൾവേസ് ബിസി ആയിരിക്കും. സോ അതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ വീക്ക് ഫ്രീ കിട്ടുമ്പോൾ മാത്രം ഒന്നിച്ച് കുക്ക് ചെയ്ത് നോക്കും. അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, ഷിഫ്റ്റ് കഴിഞ്ഞ് വരും പെട്ടെന്ന് കുക്ക് ചെയ്യലാണ് ഞങ്ങളുടെ പതിവ്. ഓക്കെ, അപ്പം എന്തായാലും ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺഡ്,
സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. യെസ്. എന്റെ ഒരു പുതിയൊരു സംരംഭമാണ്, എനിക്ക് അത് വിജയിപ്പിക്കാൻ ഒരു വളരെയധികം ആത്മാർത്ഥമായ ഒരു ആഗ്രഹമുണ്ട്. ഗൈസ്, സപ്പോർട്ട് ചെയ്യാം. ആയിക്കോട്ടെ, എന്നാൽ ശരി, നമുക്ക് Cheers. കാണാം കേട്ടോ. Bye now. ബൈ.